ഹായ് ഗൈസ്, നമ്മൾക്കൊന്ന് ഗീ റൈസ് ഉണ്ടാക്കിയാലോ? അത് കുക്കർ വെച്ചിട്ടുണ്ടാക്കാം. ബാച്ചിലേഴ്സിനും എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള റെസിപ്പി ഞാൻ പറഞ്ഞു തരുന്നത്. സോ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. സോ അതിനായിട്ട് ഞാൻ 2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. നമുക്ക് ജീരശാല റൈസ് എടുക്കാം, അല്ലെങ്കിൽ ബസ്മതി റൈസ് എടുക്കാം. ഞാനിപ്പോൾ ബസ്മതി റൈസ് എടുത്തിരിക്കുന്നത് 2 ഗ്ലാസ് ഇതുണ്ട്. നമുക്കിതിപ്പോൾ കഴുകിയിട്ട് കുതിർത്താൻ വയ്ക്കാം, ഒരു അരമണിക്കൂർ വയ്ക്കാം. ഗൈസ്, നമ്മൾക്ക് ഒരു ഗീ റൈസ് ഉണ്ടാക്കാൻ ആകെ ആവശ്യമുള്ളത് ഒരു ചെറിയൊരു സവാളയും ഒരു 3 പച്ചമുളകും കുറച്ച് സ്പൈസസും പിന്നെ കുറച്ച് ഗീയും. നമ്മളൊക്കെ നേരെ വീഡിയോയിൽ കാണുന്നല്ലോ. ഗൈസ്, നമ്മളൊരു കുക്കർ വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ചൊരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇത് നമ്മൾ ഫസ്റ്റ് ഗാർണിഷിന് വേണ്ടി കുറച്ച് സവാള നമ്മളൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒപ്പം നമുക്ക് ഒരു ടീസ്പൂൺ ഗീയും കൂടി ഇട്ട് കൊടുക്കാം. നല്ല ചൂടായിട്ടുണ്ട്. നമുക്കൊരു സവാള ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് നീളത്തിൽ. ഇത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതൊരു ബ്രൗണിഷ് കളർ ആവുന്നത് നമുക്കൊന്ന് ഓയിലും ഇതിലൊട്ടൊന്ന് ജസ്റ്റ് ഇളക്കിയെടുക്കാം. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഇത് റോസ്റ്റ് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊരു ബ്രൗണിഷ് കളർ ആവുന്നവരെ ഒന്ന് ചെയ്തെടുക്കാം. ഒരു 3-4 മിനിറ്റ് കൊണ്ട് ആവുന്നത്. കുറച്ച് നമ്മൾ സവാള കൊണ്ട് വേഗം ആവുന്നത്. ഇതിപ്പോൾ റോസ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾക്കിതൊന്ന് കോരിയെടുക്കാം. അത് നമ്മളെല്ലാം കോരി എടുത്തിട്ടുണ്ട്. നമ്മൾക്ക് ഇതിലോട്ട് ഒരു 5 ഗ്രാമ്പു, പിന്നെ ഒരു തക്കോലം, പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം, പിന്നെ 2-3 പട്ട, പിന്നെ ഒരു 2-3 ബേ ലീഫ് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്, അതും പിന്നെ ഒരു 3 ഏലക്ക. നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒരു 20 സെക്കൻഡ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ മണം വന്ന് കയറാൻ വേണ്ടിയിട്ട്. ഇതിലോട്ട് നമുക്ക് ഒരു ചെറിയ സവാളയും 3 പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം വഴന്നിട്ടുണ്ട്. നമുക്ക് വെള്ളത്തിലിട്ട് വെച്ചാൽ നമുക്ക് അരിയില്ല, അത് നമുക്ക് കോരിയെടുക്കാം. നമ്മൾ 3 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് തിളപ്പിച്ച് വയ്ക്കണേ, നമുക്ക് ഒഴിക്കാനായിട്ടാണ്. നമ്മൾ 2 ഗ്ലാസ് അരി എടുത്തു. സോ സെയിം ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് വെച്ചിട്ട് അതിൻ്റെ 2 മടങ്ങ് വെള്ളം നമ്മൾ എടുത്ത് ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഗൈസ്, നമുക്കിതിലോട്ട് കുതിർത്തി വെച്ച അരി ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരു 5 മിനിറ്റ് ഡ്രൈ റോസ്റ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ്. ഹൈ ഫ്ലെയിം വെച്ച് നമുക്ക് ഇളക്കി കൊടുക്കാം ഒരു 5 മിനിറ്റ്. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് തിളപ്പിച്ച് വെച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. 3 ഗ്ലാസ് വെള്ളം കേട്ടോ. നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാമെന്ന്. നമുക്കിതിലോട്ട് കുറച്ച് പാൽ വേണമെങ്കിൽ ഒഴിക്കാം. അപ്പോൾ നല്ല വൈറ്റ് റൈസ് ആയിട്ട് കിട്ടും. അത് ഓപ്ഷനല്ല, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇപ്പോൾ ഹോട്ടലിലെല്ലാം കിട്ടുന്ന പോലെ നമുക്ക് നല്ല വൈറ്റ് റൈസ് ആയിട്ട് നമുക്ക് കിട്ടും. നമുക്കിനി ഇതിലോട്ട് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ടില്ല, സോ നമുക്കിനി ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ഇടുന്നത്. അത് ഉപ്പ് നമുക്ക് അനുസരിച്ചിടാം. കുറച്ച് ഉപ്പ് ഒരു ചെറിയൊരു കുത്തലേ നിൽക്കണം, എന്നാലേ കറക്റ്റായിരിക്കും കേട്ടോ. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഉപ്പെല്ലാം ഏകദേശം കറക്റ്റാണ്. അപ്പോൾ നമുക്കിനി അടച്ച് വയ്ക്കാം. ഇവിടെ ഒരു വിസിൽ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിക്കാം.
ഇതിപ്പോൾ ഒരു വിസിലുണ്ട്, നമുക്കിത് ഓഫാക്കി കൊടുക്കാം. സോ ഗൈസ്, ഇതിൻ്റെ പ്രഷർ ഫുള്ളും പോയിട്ടുണ്ട്. നമ്മൾക്കിപ്പോൾ ഇത് തുറക്കാം. നല്ലൊരു സ്മെല്ലുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു 15 മിനിറ്റ് കൂടെ ഇങ്ങനെ വെക്കാം. എല്ലാം വെന്തിട്ടുണ്ട്, അരിയെല്ലാം വെന്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് സൈഡിൽ നിന്ന് മാത്രം എടുത്ത് മേലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് അടിയൊന്നും പിടിച്ചില്ല, കറക്റ്റ് പാകം വന്നിട്ടുണ്ട്. സോ നമ്മൾ ഇതിലോട്ട് നമ്മൾ ഫസ്റ്റ് റോസ്റ്റ് ചെയ്ത് വെച്ച ഇതില്ലേ, നമ്മൾ ഗാർണിഷിനായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിൽ നമ്മൾ കുറച്ച് ഗീ എല്ലാം ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിതിന് നല്ല ഫ്ലേവർ നമുക്ക് കിട്ടും. അങ്ങനെ നമുക്കൊരു 5 മിനിറ്റ് 10 മിനിറ്റ് നമുക്ക് ഇങ്ങനെ വിടാം. അപ്പോൾ ആ ഗീ എല്ലാം ഉള്ളിലെല്ലാം പോയിട്ട് അരിയിലെല്ലാം നല്ല പിടിച്ചു നല്ല സ്മെല്ലും ഇതെല്ലാം കിട്ടാൻ തുടങ്ങും. സോ നമുക്ക് ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കിയും കൊടുക്കും. അപ്പോൾ നല്ല എല്ലാം ഇതെടുത്ത് പിടിക്കും. നമുക്കിതൊരു 5-10 മിനിറ്റ് കൊണ്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. ഈ കുറച്ച് വെള്ളമുള്ളതെല്ലാം വറ്റി നല്ല ടേസ്റ്റിൽ കിട്ടും. നമുക്ക് നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം. മറ്റേ ഗാർണിഷ് ചെയ്ത ഉള്ളിയും ഗീ എല്ലാവിടെയും ആവുന്ന പോലെ. സോ ഗൈസ്, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. സോ ഇതെല്ലാവരും ട്രൈ ചെയ്യാം. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. ആൻഡ് എന്തെങ്കിലും ന്യൂ റെസിപ്പീസിന് വേണ്ടി ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. നമുക്കത് ട്രൈ ചെയ്ത് നോക്കാം നെക്സ്റ്റ് വീഡിയോയിൽ. സോ ബൈ.